ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ പാലക്കാട്ട് നിന്ന് കോയമ്പത്തൂർ പോകുന്ന റൂട്ടാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേട്ടോ. നമ്മൾ പോകുമ്പോൾ വഴിയിലൊക്കെയുള്ള എന്തൊക്കെയുണ്ടെന്നുള്ളതൊക്കെ പറഞ്ഞുതരാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുഞ്ഞും കൂടാണ് ഇൻട്രോ പറയുന്നത്. ഹായ് എന്ന് പറയുന്നത്. ഹായ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? പെട്രോൾ അടിക്കണം. അപ്പോൾ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഇതാണ് ചന്ദ്രനഗർ. ചന്ദ്രനഗറിൽ നിന്ന് റൈറ്റ് പോയാൽ നമുക്ക് തൃശ്ശൂർ ഹൈവേയിലാണ് കയറുന്നത്. അങ്കമാലി, എറണാകുളം അങ്ങനെ പോകേണ്ടവർക്ക് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകുന്ന വഴിയാണത്. പിന്നെ ലെഫ്റ്റ് പോയാൽ നമുക്ക് കോയമ്പത്തൂർ, ചെന്നൈ, സേലം ആ റൂട്ടാണ് ലെഫ്റ്റ് പോയാൽ. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയത് ഈ റൈറ്റ് ഓവർബ്രിഡ്ജിൻ്റെ താഴെ കൂടെ റൈറ്റ് കയറി, ഇത് കൂട്ടുപാത ജംഗ്ഷനാണ്. ഇവിടുന്ന് അങ്ങനെ റൈറ്റ് കയറി അവിടുന്ന് ലെഫ്റ്റ് തിരിയുമ്പോഴത്തേനും നമുക്ക് പൊള്ളാച്ചി റൂട്ടാണത്. അപ്പം ഞങ്ങൾ കയറിയപ്പോൾ തന്നെ അവൻ ഉറങ്ങി. ഇതാണ് പുതുശ്ശേരി അമ്പലം. അവിടെ വേല വെടിക്കെട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളിത് ഹൈവേ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നരകംപള്ളി-പുഴ. ഇത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണ് അപ്പത്ത്, അല്ലേ? അങ്ങനെ പറയുന്നു. ഈ കാണുന്നത് കിങ്ഫിഷറിന്റെ ബിവറേജസ് കമ്പനിയാണ്. ഇനി അങ്ങോട്ട് കഞ്ചിക്കോടാ, ഫുള്ള് കമ്പനികളായിരിക്കും. കണ്ടോ, ഇവിടെ കുറെ കമ്പനികളാണ്, എല്ലാം കമ്പനികളാണ്. ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ്, FCRI. ഇതാണ് കഞ്ചിക്കോട്. കഞ്ചിക്കോട് ഫുള്ള് ഫാക്ടറികളാണ്. ഫൈവ് സ്റ്റാർ ഹോട്ടലാണ്. പിന്നെ അവിടെ ഒരു മാള് വരുന്നുണ്ട്, ഫോർച്യൂൺ മാൾ. അത് കഴിഞ്ഞ് ഇതായി കോസോ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതൊക്കെ എന്താണെന്നൊന്നും അറിയത്തില്ല. സിനിക്കോൺ. ഇത് നമ്മൾ പാലക്കാട് നിന്ന് വരുമ്പോൾ 3ാമത്തെ സിഗ്നൽ അല്ലേ? ഇതുവഴി ഈ വഴി അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോയി അങ്ങനെ കഞ്ചിക്കോട് കുറേ ഫാക്ടറീസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് ഈ സംഭവം ഇല്ലേ, ഈ മോളിൽ കൂടെ മേൽപ്പാലം. ഇത് മിക്ക സ്കൂളുകളുടെയൊക്കെ ഉള്ള ജംഗ്ഷനിലൊക്കെ കാണും കേട്ടോ, പാലക്കാട്ടൊക്കെ. പിള്ളേർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി. അവിടെ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ അവിടെ. പിന്നെന്താ ആര്യ വൈദ്യശാലയോ അങ്ങനെ എന്തോ ഉണ്ട്. അവിടെ ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ടോ. ഇവിടെ ഒരു സ്കൂൾ വരുന്നുണ്ട്, അസീസി കോൺവെന്റ് സ്കൂളാണ്. HP പ്ലാന്റ് ഇവിടെ റൈറ്റ് സൈഡിൽ, ഈ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്നുണ്ടോ? കുറെ ടാങ്കർ ഒക്കെ കിടക്കുന്നുണ്ട്. കൈരളി TMTയുടെ ഒരു ഇത് കണ്ടോ, ഫാക്ടറി കമ്പനികൾ, കൈരളി TMT. അപ്പം നമുക്ക് സിഗ്നൽ വെട്ടിച്ച് കോയമ്പത്തൂർ പോകേണ്ടവർക്കുള്ളൊരു വഴി പറഞ്ഞുതരാവേ. ടോള് കെട്ടിച്ചിട്ട് പോകണ്ടേ. ഇവിടുന്ന് നമ്മൾ ചന്ദ്രനഗറിൽ നിന്ന് വരുമ്പോൾ 4ാമത്തെ സിഗ്നൽ അല്ലേ? 4ാമത്തെ 5ാമത്തെയാണ് സിഗ്നലാണ്. 4ാമത്തെ സിഗ്നല് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ റൈറ്റ് പോകണം. റൈറ്റ് പോയാൽ നമുക്ക് ടോള് വെട്ടിച്ചിട്ട് പോകാൻ പറ്റും. അപ്പം ഈ സിഗ്നൽ ഞാൻ പറഞ്ഞത്, നമ്മൾ ടോള് വെട്ടിച്ച് പോകേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ഒരു ശരവണ ഭവൻ കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് വെൽക്കം ടു ഐസ് പാർക്ക് എന്ന് പറഞ്ഞ വലിയൊരു ഇത് വെച്ചിട്ടുണ്ട്, ആർച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ BML മറ്റേ പട്ടാളക്കാരുടെ വാഹനങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്, മാനുഫാക്ചറിങ് അല്ലേ, അങ്ങനെ എന്തോ ഒരു കമ്പനി ഉണ്ട് കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല, ഞാൻ കാണിച്ചു തരാവേ. BML. ഈ വഴിയാണ് ടോള് വെട്ടിച്ച് പോകുന്നത്. ടോള് കഴിഞ്ഞ് അടുത്ത ഇതിലെ ജംഗ്ഷൻ നമ്മൾ എത്തും. ഈ വഴി അങ്ങോട്ട് പോയാൽ കേട്ടോ. അപ്പം അറിയാത്തൊരു ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടൊന്ന് പോയാൽ മതി. അപ്പം ടോള് വെട്ടിച്ചിട്ട് പോയാൽ നമുക്കൊരു 9 കിലോമീറ്റർ എക്സ്ട്രാ വരും. ഇപ്പം അവിടെ റോഡ് പണി നടക്കുക. അപ്പം റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് കിടക്കുകയാണേ. അപ്പം അതുകൊണ്ട് നമുക്ക് അതുവഴി പോകുന്ന ബസ്സാണ്. അപ്പം നമ്മൾ നേരെ തന്നെ പോവാം.
അപ്പം ഞാൻ ആ വഴി കാണിച്ചു തരാം. നമ്മൾ നേരെ വന്ന് കയറുന്ന ആ വഴി ഞാൻ കാണിച്ചു തരാം. പിന്നെ ആണെങ്കിൽ ആ വഴി പോകുമ്പോഴേ നമുക്ക് കുറേ ഇത് കാണാം, വിൻമില്ലുകൾ കാണാം. നമ്മുടെ കാറ്റാടിപ്പാടമില്ലേ, പാടമായിട്ടൊന്നുമില്ല, കമ്പനിയുടെ കുറേ കമ്പനി ഉണ്ടല്ലോ, ഫുൾ കോർപ്പറേഷനോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ കുറേ കമ്പനിയുണ്ട്. അപ്പം അവിടുത്തെ ഇതുണ്ട് അവിടെ, ഈ കാറ്റാടി യന്ത്രം ഉണ്ടല്ലോ അതുണ്ട്. അത് ചെറുതായിട്ട് കാണാം. ഈ ഇതുണ്ട് കനാൽ പിരിവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വന്നിട്ടാണ് നമ്മൾ ഈ ടോള് വെട്ടിച്ചിട്ട് വന്ന് കയറുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ടോള് വെട്ടിക്കുമ്പം നമ്മൾ 2 സൈഡും വെട്ടിച്ച് തന്നെ പോകണമെങ്കിലുള്ള ലാഭം. ഇല്ലെങ്കിലേ നമ്മൾ ഒരു സൈഡ് ടോള് കൊടുത്തിട്ട് പോയാൽ നമുക്ക് നഷ്ടമായിരിക്കും. ടോൾ പ്ലാസ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ വരത്തുള്ളൂ. നമ്മൾ മറ്റേ വഴി പോവുകയാണെങ്കിൽ 9 കിലോമീറ്റർ ഒക്കെ വരും. വാളയാർ ഫോറസ്റ്റ്. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ്. അതേതോ സിനിമയ്ക്കത്തെ ഡയലോഗ്. കുരങ്ങ് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ ട്രെയിനെ വരുമ്പോൾ ഇതിൻ്റെ ഈ ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ പതിയെ വണ്ടിയൊക്കെ ട്രെയിൻ പോവുള്ളേ. കാരണം എന്താ പറയുക, ഈ ആനയൊക്കെ ക്രോസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പതിയെ പോകത്തുള്ളൂ. നേരത്തെയൊക്കെ ഇങ്ങനെ ട്രെയിൻ തട്ടി ആന ചരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പതിയെ പോവുള്ളൂ. പിന്നെ റേഞ്ചും കിട്ടത്തില്ല നമ്മുടെ ഫോണിനൊന്നും ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ വാളയാർ എത്തിയിരിക്കുന്നു. ഇതാണിത് ഞാൻ പറഞ്ഞില്ലേ, വാളയാർ ഫോറസ്റ്റ്. ഇവിടെ ഗവൺമെൻറ് ടിമ്പർ ഡിപ്പോട്ട് വാളയാർ. അത് ഈ മറ്റേ തടിയൊക്കെ വിൽക്കത്തില്ലേ ഗവൺമെൻറ്റിൻ്റെ, തേക്കൊക്കെ, ആ സ്ഥലമാണിത്. കണ്ട് പഴയ ഒരു കെട്ടിടം കണ്ട് ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് എങ്ങാണ്ടായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ചിപ്സ് കട കാണാം. നമ്മൾ ഈ തൃശ്ശൂർ പാലക്കാട് ഹൈവേ വരുമ്പോഴും കുറേ ചിപ്സ് കട കാണാൻ പറ്റും. എന്താ പറയുക, നമ്മൾ ഈ തമിഴ്നാട്ടുകാർക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു മെയിനായിട്ട് ചിപ്സ് കട വെച്ചേക്കുന്നത്. അത് അപ്പർ സൈഡ് ഇത് കണ്ടോ, നമ്മുടെ റെയിൽവേ പാളം കണ്ടോ, ഇതുവഴിയാണ് ട്രെയിൻ പോകുന്നത്. ഇവിടെ ചെക്ക് പോസ്റ്റ്, ഇവിടെ കുറെ കടകളൊക്കെയാണ്. ഇവിടെ കൂടുതലും ലോട്ടറി കടയുണ്ട് കേട്ടോ. കാരണം തമിഴ്നാട്ടുകാർ ലോട്ടറി ഇഷ്ടംപോലെ എടുക്കും. അപ്പം അതുകൊണ്ട് ലോട്ടറി കട കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ഈ വരുന്ന ഹൈവേയിൽ കുറേ ക്യാമറ ഉണ്ട് കേട്ടോ, AI ക്യാമറ. ഇതാണ് മലബാർ സിമെന്റ്സിന്റെ ഫാക്ടറിയാണ്. ഇങ്ങോട്ട് ഉള്ളിലോട്ട് കാണിക്കും വഴി. വാളയാർ റെയിൽവേ സ്റ്റേഷനോടുള്ള വഴി കാണിക്കാവേ. ഫുൾ കാടിനകത്തോട് ഇങ്ങനെ നടുക്ക് അതാന്ന് തോന്നുന്നു. ഇവിടെ കണ്ടായിരുന്നല്ലേ, ഇതിന്റെ അടിയിൽ കൂടെ കണ്ടായിരുന്നു. ഇവിടെ ഞാൻ കാണിക്കും. റെയിൽവേ സ്റ്റേഷനിലോട്ടുള്ള വഴി കാണിക്കാവേ. 2 സൈഡിലും കാടാണ്. ഇതാ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി. വാളയാർ റെയിൽവേ സ്റ്റേഷൻ. പണ്ടത്തെ ബോർഡൊക്കെ ഇവിടെ വലിയൊരു ബോർഡ് കാണാം. കോയമ്പത്തൂര് 25 കിലോമീറ്റർ, സേലം 183, ബാംഗ്ലൂർ 387 കിലോമീറ്റർ. അപ്പൊ ഇവിടാണ് നമ്മുടെ ബോർഡർ. ഈ നമ്മളെ ബസ്സൊക്കെ, വാളയാർ ബസ്സൊക്കെ നമ്മുടെ പാലക്കാട് നിന്ന് വരുന്നത് ഇവിടെ വരെയുള്ളൂ. ബസ് കിടക്കുന്നുണ്ടോ, ഇവിടെ വരെ ഉള്ളൂ. ഇവിടുന്ന് പിന്നെ റിട്ടേൺ പോകും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ ഒരു ഇത് കഴിഞ്ഞാൽ നമ്മുടെ കേരളം കഴിഞ്ഞ് തമിഴ്നാട് അതിർത്തിയിലേക്കാണ്. പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് നന്ദി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ പാലമാണ് നമ്മുടെ ബോർഡർ, കേരളം തമിഴ്നാട് ബോർഡർ. ഇങ്ങനെ തമിഴ്നാട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ടേ. ഇവിടുന്ന് അങ്ങോട്ട് കുറേ കോളേജുകളുണ്ട്. നേഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, അതൊക്കെ കാണിക്കാവേ. ഇത് മറ്റേ എന്താ തമിഴ്നാട്ടിലെ മറ്റേ ചെക്ക് പോസ്റ്റാണ്. നമ്മൾ നൈറ്റ് ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ള് ലോറികളായിരിക്കും. ഇങ്ങനെ പൈസ കൊടുക്കുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓപ്പണായിട്ടാണ് പൈസയൊക്കെ വാങ്ങിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് മറ്റേ എന്താ നേഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജാണ്. തമിഴ്നാട്ടിലെ പിള്ളേരെക്കാട്ടി കൂടുതൽ കേരളത്തിലെ പിള്ളേരാണ് ഇവിടെ പഠിക്കുന്നത്. എൻ്റെ
ചേച്ചിയുടെ മോള് ഇവിടെയാണ് പഠിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കോളേജിലോട്ടുള്ള വഴി. ഇവിടെ KFC ഒക്കെ ഉണ്ട്, പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു. കാണിച്ചു തരാം. ഫസ്റ്റ് കോളേജ് വരുന്നുണ്ട്, കാണാൻ പറ്റും. ധനലക്ഷ്മി ശ്രീനിവാസൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. കണ്ടോ, ചെയ്ത് കാണിക്കും. കണ്ടോ, ഇതാണ് ഇത്. കണ്ടോ, ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, മാരിയമ്മൻ അല്ലേ, ശിവന്റെ വലിയ പ്രതിഷ്ഠയൊക്കെ. ഇവിടുന്ന് നന്ദിയുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് AJK കോളേജ്. AJK റൈറ്റ് അങ്ങോട്ട് കയറി പോകണം, അവിടെയാണ് നന്ദനം. AJK കോളേജ് ഓഫ് ആർട്സ് സയൻസ്, കോളേജ് ഓഫ് നേഴ്സിംഗ്. ഇവിടെ കണ്ട രണ്ട് സൈഡിലും ടാങ്കറുകളാണ് ഫുള്ള്, വലിയ വലിയ. രാത്രി നമ്മൾ ഈ വഴി വന്നാണ്ടല്ലോ ഫുള്ള് വലിയ വലിയ ലോറികളായിരിക്കും. കാറൊക്കെ ഇങ്ങനെ അപൂർവമായിട്ട് മുഴുവൻ വലിയ വലിയ വണ്ടികളായിരിക്കും. ഇനി ഒരു കോളേജ് വരുന്നുണ്ട്, ഇസ കോളേജ്, EASA ആണ്, ഓട്ടോണോമസ് കോളേജ്. കേട്ടോ, ഇവിടെ എല്ലാം പഠിക്കുന്നത് മലയാളികളായിരിക്കും. ഇനി അടുത്തത് വരുന്നത് നമുക്ക് KG ചാവടി, കോയമ്പത്തൂർ. ചാവടി 2 കിലോമീറ്റർ, കോയമ്പത്തൂർ 21, ബാംഗ്ലൂർ 376. ബാംഗ്ലൂർ കുറേ എന്താ ചാവടി നമുക്ക് ഇതുവഴി ഇങ്ങനെ ഇത് ചെറിയ മറ്റേ ഇത് റോഡെന്ന് പറഞ്ഞത് മെയിൻ റോഡ് തന്നെയാണ് അത്. നമ്മളിത് ഹൈവേ കൂടി ഇങ്ങനെ നേരെ പോകും. ഈ KSRTC ഒക്കെ ഉണ്ടല്ലോ, നമ്മളെ കോയമ്പത്തൂർ പാലക്കാട് പോകുന്ന KSRTC ഒക്കെ ഇതുവഴി കയറും. ഈ ചാവടി കയറാത്തതിന് കാരണം എന്താ വെച്ചാൽ നേരത്തെ ഹൈവേ അങ്ങനെയാണ് പോകുന്നത്. അല്ല, നേരത്തെ റോഡ് കോയമ്പത്തൂർ റോഡ് ചാവടി കൂടിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ നാഷണൽ ഹൈവേ വന്നത്. അപ്പം നമുക്ക് ആവശ്യമില്ലാത്തവരെ അങ്ങോട്ട് കയറണം. ഇത് കുറച്ച് എളുപ്പ വഴിയാണ്, അങ്ങോട്ടൊന്നും കയറേണ്ട ആവശ്യമില്ല. അപ്പം ബസ്സുകളൊക്കെ അവിടെ കയറിയിട്ടേ പോകുള്ളൂ. എല്ലാ ബസ്സും കയറത്തില്ല. ഇപ്പം എറണാകുളത്തു നിന്നൊക്കെ നേരെ കോയമ്പത്തൂർ വന്ന ബസ്, ലോങ് ബസ് ഇല്ലേ, അതൊന്നും ഉള്ളിൽ കയറത്തില്ല. നേരെ ഹൈവേ വഴി തന്നെ കോയമ്പത്തൂർ പോകും. പിന്നെ ആ ബസ്സൊക്കെ ഗാന്ധിപുരത്ത് പോവുകയും ചെയ്യും. പിന്നെ അവിടെ ഒരു കോളേജ് ഉണ്ടല്ലേ, ശ്രീനാരായണ എഞ്ചിനീയറിംഗ് കോളേജ് ചാവടിയിലുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അത് ആ മലയുടെ മുകളിലാണ് ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. ഇങ്ങനെ കാണിക്കാം. ശിവനാണോ മുരുകനല്ലേ? ശിവന അല്ല, മുരുകന ആണെങ്കിൽ ഇതാണോ ചെക്ക് പോസ്റ്റ്? RTO ചെക്ക് പോസ്റ്റ്. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ ഇതുണ്ട് വണ്ടികൾ. എന്തായാലും പറഞ്ഞത് ടാങ്കർ, ഇഷ്ടംപോലെ ടാങ്കറുണ്ട്. ഇവിടെയാണ് നെഹ്റുവിൻ്റെ ആർട്സ് ആൻഡ് സയൻസ് എഞ്ചിനീയറിംഗ് B സ്കൂൾസ്. അവിടെ സ്കൂൾസാണ്, ഇവിടെ കോളേജൊക്കെ ഇവിടെ ഇതിൻ്റെ താഴെയാണ് കേട്ടോ. ഈ ഓവർബ്രിഡ്ജിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. കോയമ്പത്തൂർ നമുക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഈ റോഡ് എന്താ പറഞ്ഞത്, സർവീസ് റോഡ് കയറിയിട്ട് വേണം നമുക്ക് കോയമ്പത്തൂർ പോകാൻ. നേരെ പോയാൽ നമ്മൾ സേലം അല്ലേ, സേലം ചെന്നൈ അങ്ങനെ പോയി. ഈ ഹൈവേ തന്നെ നമ്മൾ നേരെ പോകണം. അപ്പോൾ ഈ സർവീസ് റോഡ് കയറിയിട്ട് ടൗണിലോട്ട്, കോയമ്പത്തൂർ ടൗൺ കയറണമെങ്കിൽ ഇങ്ങനെ ഈ വഴി തന്നെ പോകണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു തന്നത് എന്താ പറയുക, തൂക്കി വിൽപ്പന എന്ന് പറഞ്ഞിട്ട് കുറേ തുണിക്കടകളുണ്ട് ഇവിടെ. പനശർക്കര, നീ കണ്ടോ, പനശർക്കര എല്ലാവർക്കും ജീപ്പയൊക്കെ ഉണ്ട് കേട്ടോ. പനശർക്കര. പിന്നെ ഈ വഴി പോകുമ്പോൾ ഉണ്ടല്ലോ ചക്ക, പിന്നെ ആഞ്ഞിലിച്ചക്ക, പിന്നെ എന്താ മറ്റേ ഇവിടെ കരിക്കുണ്ട്. പിന്നെ ഈ വഴി പോകുമ്പോൾ നമുക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ തൂക്കി വിൽപ്പനയുണ്ട്. തുണി ഇങ്ങനെ തൂക്കി വെക്കും, കിലോ കണക്കിന്. 1 കിലോയ്ക്ക് ഇത്രയെന്നായിരിക്കും. അപ്പം അങ്ങനെ കുറേ കടകളുണ്ട്. പിന്നെ ഞാൻ ഈ സൈഡ് പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചക്ക, ആഞ്ഞിലിച്ചക്ക, എന്താ പനന്നോങ്ക് ഇരിപ്പുണ്ട്. പിന്നെ മറ്റേ ആ പഴമില്ലേ, ഞാവൽപ്പഴം, അത് സീസൺ ആകുമ്പോൾ ഇവിടെ കാണും കുറേയാണ്. കേരളത്തിൽ നിന്ന് റംബൂട്ടാന്, ഇതൊക്കെ നമ്മൾ ചക്ക, ആഞ്ഞിലിച്ചക്കയൊക്കെ നമ്മളവിടെ വെറുതെ അണ്ണാനൊക്കെ തിന്ന് കളയുന്ന ആയിരുന്നില്ല തോലില്ല, അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചേക്കും.
വിൽക്കാനായിട്ട് എല്ലാവരും ഇറങ്ങി വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ചക്ക ഇതുപോലെ തമിഴ്നാട്ടിൽ കുറേ ആൾക്കാർ ഇങ്ങനെ പീസാക്കിയിട്ടിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് കോയമ്പത്തൂർ ടൗണിലോട്ട് പോകുന്നത്. അവിടെ നമ്മളിങ്ങനെ ആ സർവീസ് റോഡ് കയറി വന്നിട്ട് ലെഫ്റ്റ് എടുക്കണം. ഞാൻ പറഞ്ഞത് ഞാൻ മുരുകൻ്റെ അമ്പലം കണ്ടുകൊണ്ട് മരപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഇതിന്റെ മുകളിൽ കണ്ടോ റെയിൽവേ പാളം വരുന്നുണ്ട്. അതിന്റെ മുകളിൽ ട്രെയിൻ കിടക്കുന്നുണ്ടോ, ഗുഡ്സ് ട്രെയിനിന്റെ ചെറിയ ഭാഗം കാണാൻ പറ്റും. ഇവിടെ എപ്പോഴും ബ്ലോക്കാട്ടോ. ചെറിയ സ്പേസ്, വലിയ 2 വണ്ടിയൊന്നും ഇവിടെ വരത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഇവിടെ ബ്ലോക്കാണ്. ഇന്ന് എന്തായാലും വലിയ ബ്ലോക്കില്ല. സാധാരണ 4 മണി സമയത്തൊക്കെ നമ്മൾ അങ്ങ് തൊട്ട് ബ്ലോക്ക് തുടങ്ങും. ചെറിയ സ്പേസ്. അപ്പൊ 2 വണ്ടി വന്നു കഴിഞ്ഞാൽ ബ്ലോക്കാവും ഇവിടെ. കേരളത്തിലെ വണ്ടി റൈറ്റ് സൈഡിൽ ഇങ്ങനെ കണ്ട മലയും ഇടിച്ചിട്ട് കോറയൊന്നും പാറ കഷ്ണം. ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അത് ഇവിടെ കണ്ടോ, എലിഫന്റ് ക്രോസിംഗ് ഹെഡ് ഡ്രൈവ് കെയർഫുള്ളി. ഇത് പളനിക്ക് പോകുന്നവരാ ഇവര് കണ്ടോ. പളനിയിൽ നടന്നു പോകുന്നവരാ അല്ലേ. കാവടി നാളെ അവിടെ തൈപ്പൂയം അല്ലേ, നാളെ അല്ല ചൊവ്വാഴ്ച. അപ്പൊ അതിന് നടന്ന് ശബരിമലയ്ക്കൊക്കെ നടന്നു പോകുന്നതല്ല, പളനിക്ക് നടന്നു പോകുന്ന കോയമ്പത്തൂർ കോർപ്പറേഷൻസ് വെൽക്കംസ് യു എത്തിയിരിക്കുന്നു. KSRTC അല്ല, പാലക്കാട് നിന്ന് കയറി കോയമ്പത്തൂർ എത്തിയപ്പോ KSRTC ഉണ്ടോ കണ്ടു. ഇതുണ്ടോ പേരൂര്, കോവൈപ്പുതൂർ 3 കിലോമീറ്റർ, പേരൂര് ഉക്കടം 6 കിലോമീറ്റർ. ഇതൊക്കെ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളാണ്. ഉക്കടത്താണ് മെയിൻ ബസ്സുകളൊക്കെ പോകുന്നത്. ബസ് സ്റ്റാൻഡൊക്കെ കോവൈപ്പുതൂർ ജംഗ്ഷൻ. ഇവിടുന്ന് നമുക്ക് ഊട്ടിക്ക് പോവാം. അല്ല, നേരെ പോയാൽ ഊട്ടി പോവാം, ലെഫ്റ്റ് പോയാൽ പേരൂര്. ഇതുവഴിയല്ല ഈശായോഗ പോകുന്നത്. ഈ ലെഫ്റ്റ് അങ്ങോട്ട് കയറിയാൽ ഈശായോഗ പോവാൻ. നേരത്തെ പോയിട്ട് 2 വട്ടം പോയിട്ടുണ്ട്. ഇനി പോകണമെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഇതുവഴി അങ്ങോട്ട് ഈ ലെഫ്റ്റ് കുറച്ച് പോകണം. ഊട്ടിക്ക് നേരെ പോയി 97 കിലോമീറ്റർ. നമ്മുടെ KSRTC ഉണ്ടോ, KSRTC പാലക്കാട്. ഇത് കോവൈപ്പുതൂർ പിരിവ്. അവിടെ തൊട്ട് ഉക്കടം വരെ റോഡ് ഭയങ്കര മോശമാണ്. റോഡ് വേണേൽ നടക്കാൻ പോവാം, അപ്പോൾ ഭയങ്കര മോശമാണ്. ഇനി ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഹെൽമെറ്റ് ഒന്നും നേരത്തെ ആരും വെക്കത്തില്ല. ഇപ്പൊ കുറച്ചു പേരൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൽ വന്നാൽ നമ്മൾ 2 ഹെൽമെറ്റ് വെക്കുമ്പോൾ അവർക്ക് എന്തോ അത്ഭുതം, എന്തോ അന്യഗ്രഹ ജീവികളെ പോലെ. നമുക്ക് ഇവിടെ ആണെങ്കിൽ ഹെൽമെറ്റ് വെക്കുന്നവരായിരിക്കും അന്യഗ്രഹ ജീവികളെ പോലെ വേറിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ഫൈൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ കുറച്ചു പേരൊക്കെ വെക്കുന്നുണ്ട്. നേരത്തെ ആരും വെക്കത്തില്ല. പുറകെ ഇരിക്കുന്നവരൊന്നും വെക്കത്തില്ല. ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളൊക്കെ ഇടയ്ക്കൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇടയ്ക്ക് കാണാം. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അപ്പൊ തന്നെ ഫൈൻ കൊടുക്കുന്നൊക്കെ പരിപാടിയുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോൾ കാണാറുണ്ട്. മുമ്പേ പോയത് വഴിക്കടവ്. ഇതാണെങ്കിൽ തൃശ്ശൂര്. പിന്നെ പാലക്കാട് മറ്റേ ചെയിൻ സർവീസ് പോലെ ഉണ്ട്. പാലക്കാട് എന്താ ഇത് 10 മിനിറ്റ് കൂടുമ്പോൾ ഉണ്ട്. പാലക്കാട് കോയമ്പത്തൂര്. ഇത് കണ്ടോ മറ്റേ ശില്പങ്ങളൊക്കെ. അത് ആ KSRTC ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ പോലെ മറ്റേ ചാവടിയൊക്കെ പോകും. നമ്മുടെ ചെയിൻ സർവീസ് ഉണ്ട്. അല്ലാതെ ഈ തൃശ്ശൂരിൽ നിന്ന് വരുന്നത് അങ്ങനത്തെ ഒന്നും ചാവടി പോകില്ല. നേരെ കൈവരും. സ്റ്റോപ്പുകൾ അതിന് കുറവായിരിക്കും ചിലതൊക്കെ. ഇവിടെ ഫുള്ള് തമിഴിലെ ബോർഡുകളൊക്കെ. അതുകൊണ്ട് നമുക്ക് സ്ഥലമൊക്കെ വായിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ട്രെൻഡ്സ് കാണിക്കാം. ട്രെൻഡ്സ് ഇതൊക്കെ പിന്നെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് എവിടെ കണ്ടാലും അറിയാൻ പറ്റും. സ്മാർട്ട് പോയിന്റ്, സ്മാർട്ട് ബസാർ, ട്രെൻഡ്സ്, രാംരാജൊക്കെ പിന്നെ നമുക്ക് കളർ വെച്ചും പിന്നെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കാണാം. പക്ഷെ സ്ഥലം കണ്ടുപിടിക്കാനാണ് പാട് കേട്ടോ. സ്ഥലം എന്താ വെച്ചാൽ സ്ഥലത്തിന്റെ പേരൊക്കെ എല്ലാവരും തമിഴിലായിരിക്കും എഴുതിയിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്താണ് ഇങ്ങനെയുള്ള മെയിൻ ബോർഡുകളിൽ മാത്രമാണ്. കുനിയൻമുത്തൂർ ബസ് സ്റ്റോപ്പ്. ഡൊമിനോസ്, മുത്തൂറ്റ് ഫിനാൻസ്, അപ്പോളോ ഫാർമസി. റോഡ് കണ്ട റോഡെല്ലാം
ഇത് അപകടമായ റോഡാണ്. ഇതുണ്ടോ ഇവിടെ വീഡിയോ കിടന്ന് കുലുങ്ങുന്നോണ്ടിരിക്കുന്ന റോഡ് മോശമല്ല. ഇതാണ് നെഹദി മന്തി റെസ്റ്റോറന്റ്. ഇനി ഒരുപാട് നാളായില്ല തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര തിരക്ക് എപ്പോഴും ഇവിടെ മന്തിക്കട. കേരളത്തിന്റെ ആണോ അല്ലേ? കേരളത്തിലെ ആൾക്കാരുടെ. ഇത് ചെന്നൈ മൊബൈൽസ് സിമ്പിൾ വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. ഇവിടെ ഷവർമ്മ ഉണ്ട്, ചെറിയൊരു ഇത് കണ്ട. നീ കുറെ നാളായി നോക്കി വെച്ചിട്ട് 20 രൂപയുടെ ഷവർമ്മ ഇല്ല, അത് ഇത്തിരി കിട്ടിയുള്ളൂ ശരിക്കും. കാണാം ഈ വഴിയല്ല നമ്മള് നേരത്തെ റോഡ് പണി നടക്കുന്ന സമയത്ത് പോകുന്ന ഈ വഴിയായിരുന്നു കേട്ടോ. ഇവിടെ റോഡ് ഗാന്ധിപുരം 6 കിലോമീറ്റർ, ടൗൺ ഹാളിൽ 3 കിലോമീറ്റർ, പൊള്ളാച്ചി 38 കിലോമീറ്റർ. ഇവിടുന്ന് ഫ്ലൈ ഓവർ നേരത്തെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ആത്തുപ്പാലം, ഇത് ആത്തുപ്പാലം ജംഗ്ഷൻ. ഈ ഫ്ലൈ ഓവർ വന്നവിടെ നേരെ കടത്തി ഇറങ്ങാം. ഗാന്ധിപുരം ഇതല്ലേ ഉക്കടം മെയിൻ ജംഗ്ഷനിലോട്ടെത്താം അല്ലേ? ആണ് ഉക്കട എത്തി കണ്ടോ. ഈശ യോഗ സെന്റർ 30 കിലോമീറ്റർ പോകാൻ. ഇത് ബസ് സ്റ്റാൻഡ് അല്ലേ? ഇത് ഉക്കടം ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് കണ്ടോ? ബസ് സ്റ്റാൻഡ്, ഉക്കടം ബസ് സ്റ്റാൻഡ്. ഇത് റീസെന്റ് ആയിട്ട് വേണമെന്ന് കുറെ ഇതൊക്കെ ഇങ്ങനെ പെയിന്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ പോലീസുകാർ മൈക്കിൽ കൂടെ വിളിച്ചു പറയും. അപ്പൊ ഓപ്പൺ ആയിട്ട് ചീത്ത പറയും, എന്നുവെച്ചാൽ മൈക്കിൽ കൂടെ ചീത്ത പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, ഇടുന്ന കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.